സിനിച്ചിച്ചി, മമ്മിയുടെ മനസ്സിൽ കൃഷ്ണ എന്തോ വലിയ സംഭവമാണ്. അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും മമ്മി അവളെ നിയന്ത്രിക്കാൻ മടിക്കുന്നത്. ഗാഥാ മാഡം എന്താ ഉദ്ദേശിക്കുന്നത്? അവളുടെ പെരുമാറ്റം, നവീനോട് അവള് കാണിക്കുന്ന ആ അടുപ്പം, ഇന്നലത്തെ ചടങ്ങില് അവള് കാണിച്ചു കൂട്ടിയതൊക്കെ സിനിച്ചിച്ചി കണ്ടതല്ലേ? എന്തായിരുന്നു കൊഞ്ചലും കുഴയലും. ആൾത്തിരക്കിന്ന് നവീന് മാത്രമായി ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി അവൾ അവിടുന്ന് മാറി നിന്നു. നവീനെ ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല. ഞാനാണെന്ന് കരുതിയാണല്ലോ നവീൻ ഇതൊക്കെ ചെയ്യുന്നത്. ബട്ട് അവൾക്ക് അതിന്റെ യാഥാർത്ഥ്യം അറിയില്ലേ? കൃഷ്ണയ്ക്ക് അങ്ങനൊരു തോന്നലില്ലെന്ന് കൃഷ്ണ പലതവണ പറഞ്ഞല്ലേ? ഹാ, പറഞ്ഞു വിശ്വസിപ്പിച്ചു. പക്ഷെ അവളുടെ ഉള്ളിന്റെ ഉള്ളില് എന്തോ ഒരാഗ്രഹം കേറിയിട്ടുണ്ട്. അവള് നമ്മളെ ചതിക്കില്ലെന്ന് ഉറപ്പുണ്ടോ? താലി കെട്ട് കഴിഞ്ഞാ അവള് മാറില്ല എന്നുള്ളതിന് എന്താ എത്ര ഉറപ്പ്? അല്ല ഗാഥാ മാഡം, ഇങ്ങനെയൊക്കെ ചോദിച്ച ഹാ, ഉറപ്പില്ല. അത് തന്നെ. നവീൻ കെട്ടിയ താലി കഴുത്തിലിട്ടുകൊണ്ട് നവീൻ കെട്ടിയതാണെന്നും കൂടെ ജീവിക്കാനുള്ള അവകാശം എനിക്കാണെന്നും അവള് പറഞ്ഞാലേ, എന്നെ ഇപ്പൊ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് മറുപടി ഉണ്ടാവോ? എന്താ ഇവിടെ? ഓ, അവളെ കുറിച്ചാ, ആ കൃഷ്ണയെ കുറിച്ച്. അവളെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നവീന്റെ വീട്ടിൽ നടന്ന ചടങ്ങുകളുടെ കുഴപ്പമാണെങ്കിൽ അതിന്റെ കാരണക്കാരി ആരാ? വരെഴുതെന്ന് ഞാൻ വിലക്കിയിട്ടും നീ വന്നോണ്ടല്ലേ? വന്നതുകൊണ്ടല്ലേ എനിക്കിതൊക്കെ കാണാൻ കഴിഞ്ഞത്. അവരാരെങ്കിലും നിന്നെ കണ്ടുപിടിച്ചിരുന്നെങ്കിലോ? അതോടെ തീരുമാനമല്ലോ എല്ലാം. മോളെ, നീ എന്താ കരുതിയിരിക്കുന്നേ? നമ്മൾ നടത്തിയ നാടകങ്ങളെല്ലാം തിരിച്ചറിഞ്ഞാ അതെല്ലാം അങ്ങ് ക്ഷമിച്ച് നിന്നെ വിവാഹം കഴിക്കുന്നാണോ? ഒരിക്കലുമില്ല. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുള്ള ഒരു തറവാട്ടിൽ പറന്ന പയ്യനാണ് നവീൻ. എത്ര മോഡേൺ ആണെന്ന് പറഞ്ഞാലും അവൻ അതൊക്കെ പാലിക്കും. അവന്റെ കുടുംബത്തിന് താല്പര്യമില്ലാത്ത ഒരു വിവാഹവും കഴിക്കില്ല. നിന്റെ മനസ്സിലെ ആഗ്രഹം നടക്കണമെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ ഇങ്ങനൊരു കാര്യം എനിക്ക് ചെയ്യേണ്ടി വന്നത്. അല്ലാതെ മനസ്സുണ്ടായിട്ടല്ല. ഒരാൾക്ക് പകരം മറ്റൊരാളെ കൊണ്ട് മുമ്പിൽ നിർത്തുക, അയാൾ പിടിക്കപ്പെടുവോ എന്ന് പേടിക്കുക. അപ്പോഴാണ് ഒളിഞ്ഞോട്ടായിട്ട് ഒരാണ്